ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് അതിരടി റിവ്യൂലോട്ടാണ്. ഈ ഒരു പടം അതിരടി വിജയുടെ തെരിക്ക് ആദ്യമേ ഇടാൻ വെച്ചിരുന്ന പേരായിരുന്നു അതിരടി. പിന്നെ അത് കഴിഞ്ഞിട്ട് കാക്കി എന്ന് മാറ്റി, പിന്നെ അവസാനം തെരി. അപ്പോൾ ഈ ഒരു പടം അതിരടി, ഈ ഒരു പടം ആക്ഷൻ, കോമഡി, ഡ്രാമ, ഒരു വൈബ് മൂഡാണ് അവർ പിടിച്ചാണ് ഈ ഒരു പടം ചെയ്തേക്കുന്നത്. ഡയറക്ടർ അരുൺ അനിരുദ്ധൻ, റൈറ്റിങ്ങും രണ്ടുപേര് ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് ഇതിൻ്റെ ഡയറക്ടർ അരുൺ അനിരുദ്ധനും പിന്നെ ഒരു വേറൊരു പുള്ളിയും കൂടെ ചേർന്നാണ് ഇതിൻ്റെ ഒരു റൈറ്റിംഗ് എഴുതിയിരിക്കുന്നത്. വിഷ്ണു വിജയ് മ്യൂസിക്, ചമൻ ചാപ്കോ എഡിറ്റിങ്, സാമുൽ ഹെൻറി അതിൻ്റെ സിനിമോട്ടോഗ്രാഫി. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ. പിന്നെ ആക്ഷനും ഇതൊക്കെ ഉണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. അപ്പം ഈ ഒരു പടം എനിക്ക് എങ്ങനെ എടുത്തെന്ന് ചോദിച്ചാൽ, ഒരു ആവറേജ് ആയിട്ട് എനിക്ക് ഇതൊരു ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. എനിക്ക് കുറച്ച് സീനൊക്കെ കാണുമ്പോൾ എനിക്ക് ഹൈ മൂവ്മെൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഡൗൺ ആവുന്നുണ്ട്, പിന്നെ ഹൈ ആവുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു റൈറ്റിങ്, മേക്കിംഗ് ഒക്കെ കിടില്ല. ആ റൈറ്റിംഗ് എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയാണ്. ഈ ഒരു പടത്തിൻ്റെ തുടക്കം ഒരു ഫെസ്റ്റാണ് നടക്കുന്നത്, ഒരു കോളേജിലെ ഫെസ്റ്റ്. ആ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്. വലിയ സ്റ്റോറിയും ലോജിക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഈ ഒരു പടം ഒരു അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൻ്റെ ഹാഫ് അതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നം ധാരാളം വരുന്നുണ്ട്. കാരണം മെയിൻ ടീമിലോട്ട് വരാൻ വേണ്ടി അവർ ഒരു സീന് തീർക്കാൻ വരെ കിടന്ന് പാടുപെടുന്നു. കാരണം ആ ഒരു സീനിൻ്റെ പകുതി വെച്ച് വരെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഒരു ഷോട്ടിലോട്ടാണ് കാണിക്കുന്നത്. കാരണം ഇതിനകത്ത് കുറച്ചൊരു തീമുണ്ട്, ആ തീമാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ വലിയ സ്റ്റോറിയും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് ഇല്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് ഹൈ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ടോവിനോയുടെ ക്യാരക്ടർ ബേസിലിനെ കാണിക്കുന്നുണ്ട്. ബേസിൽ ഫസ്റ്റ് ഇയർ, ബിടെക് ഫസ്റ്റ് ഇയറുമായിട്ട് വരുന്നുണ്ട്. ബിടെക് ഫസ്റ്റ് ഇയർ വരുന്നു. പിന്നെ നടക്കുന്ന കാര്യം, പിന്നെ ഇതിനകത്തൊക്കെ ലോജിക്ക് മിസ്റ്റേക്കൊക്കെ ഉണ്ട്. കാരണം ഇതിനകത്ത് ബേസിൽ 4ാമത്തെ വർഷം പഠിക്കുമ്പോൾ ഇതിനകത്ത് 25 സപ്ലി ഒക്കെ വരുന്ന കാണിക്കുന്നുണ്ട്. 25 സപ്ലി എന്ന് വെച്ചിട്ട് 4ാമത്തെ വർഷമൊന്നും വരാൻ പറ്റത്തില്ല, ഇയർ ബാക്ക് ആയിരിക്കും. അതൊന്നും നോക്കുന്നില്ല, അതൊക്കെ എന്തെങ്കിലും കാണിക്കട്ടെ. പക്ഷേ ടോവിനെ കാണിച്ചു കഴിയുമ്പോൾ നല്ലൊരു ഹൈ എന്ന് വെച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന പടം ഇങ്ങനെ പോയി. ആ ടോവിനയുടെ ഒരു ചെറിയൊരു വില്ലൻ ക്യാരക്ടറാണ് പുള്ളി ചെയ്തേക്കുന്നത്. പക്ഷേ കിടിലായിട്ട് ഒരു തിരുവനന്തപുരം ലാംഗ്വേജാണ് അവർ പിടിച്ചേക്കുന്നത്. അവരെല്ലാവരും കിടിലായിട്ട് ടോവിനോ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക് ടോവിനയുടെ ലുക്കും ടോവിനയുടെ ഒരു സംഭാഷണം മാറി വരുന്ന രീതി കണ്ടിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് പരിപാടികൾ, അയാളുടെ ഒരു വില്ലനിസമൊക്കെ ഇതിനകത്ത് പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതി വന്നിട്ടുണ്ട്. പിന്നെ ഇൻ്റർവെല്ല് കിടലിനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവെല്ലിന് വരെ നല്ല രീതി, ഇൻ്റർവെല്ലിന് ശേഷം എന്തൊക്കെയോ വലിയത് വരാൻ പോകുന്നതെന്ന് നമുക്ക് തോന്നും. ഈ ഒരു പടം ഒരു സെലിബ്രേഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്താണ് എടുക്കുന്നത്. എൻ്റെ ഫേവറേറ്റ്, അതായത് തല്ലുമാല, ആവേശം, ഇതുപോലത്തെ ഒരു പടം ഉണ്ടല്ലോ, അതായത് അജഗജാന്തരം, ഇങ്ങനെയുള്ളൊരു രീതിയിലാണ് ഈ ഒരു പടം അവർ ഉദ്ദേശിച്ച്. എൻ്റെ ഫേവറേറ്റ് ഇപ്പോഴും തല്ലുമാലയാണ്. തല്ലുമാലയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു അടി കൂടാൻ തോന്നും, ഒരു കൂട്ടടി കൂടാൻ തോന്നും. അപ്പോൾ അതേപോലത്തെ ഒരു വൈബിലാണ് തല്ലുമാല എടുത്തു വെച്ചേക്കുന്നത്. അതിനകത്തെ ടോവിനോയുടെ ഒരു ക്യാരക്ടറായാലും ഇതും അതേപോലത്തെ ഒരു രീതിയായിട്ട് ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെയും ചിലയിടത്ത് ഇങ്ങനെ ഹൈ മൂവ്മെൻറ്റും ലോയുമായിട്ട് ഇങ്ങനെ കിടക്കും. അതാണ് എനിക്ക് ചിലയിടത്ത് ചില പ്രേക്ഷകർക്ക് വരാൻ വേണ്ടി നല്ലൊരു കാമിയോ ഇതിനകത്ത് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ആ കാമിയൊക്കെ എനിക്ക് നല്ല രീതിയായിട്ട് തോന്നി. പിന്നെ ജിയോ ബേബി പോലീസ് ഇൻസ്പെക്ടറായിട്ട് വരുന്നുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ, ഇതിനകത്ത് ട്രെയിലർ നിങ്ങൾ കണ്ടാണ്, വിനീത് ശ്രീനിവാസൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ബാലൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഒരു ക്യാരക്ടർ, അതായത് ടോവിനോയുടെ ക്യാരക്ടർ അഴിഞ്ഞാടാൻ വിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഇൻ്റർവൽ ബ്ലോക്കിലും പിന്നെ ഇൻ്റർവൽ ബ്ലോക്കിൻ്റെ അകത്ത് മൊത്തം അഴിഞ്ഞാടാൻ വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ പിന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല. അത് പിന്നെല്ലാം ബാലൻസിങ്, എനിക്ക് തോന്നിയത് ബാലൻസിങ് ആയിട്ടാണ് തോന്നിയത്. കാരണം അപ്പുറത്ത് ബേസിൽ നിൽക്കുന്നു, ഇപ്പുറത്ത് ടോവിനോ നിൽക്കുന്നു, ഇവരെ ഒന്ന് ബാലൻസ് ചെയ്ത് കാണിക്കണം. അതിനുവേണ്ടി കിടന്ന് പാടുപെടുന്ന പോലെ, റൈറ്റിംഗ് കിടന്ന് പാടുപെടുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്നവർ കൂടുതൽ കാണും. പിന്നെ ഇതിനകത്ത് ആക്ഷൻ്റെ കാര്യം, ടോവിനോയെ കാണിക്കുമ്പോൾ നല്ലൊരു ഹാൻഡ് പവർ ഉള്ള ഒരാളും ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. നല്ലൊരു ഹാൻഡ് പവറും ഇതൊക്കെ ഉള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടർ നല്ലൊരു ഇടി എന്ന് വെച്ചാൽ തല്ലുമാലിക്കത്തിൻ്റെ വിട്ട് ഒരു നല്ലൊരു ഇടി ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് മേക്കിംഗ് ചെയ്ത് വെച്ചേക്കുന്ന ആക്ഷൻ സീക്വൻസ് അത് തന്നെ ഞാൻ കാണിക്കുന്നൊരു തന്നെ ഇങ്ങനെയൊക്കെയുള്ള
ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇതിനകത്ത് ആക്ഷൻ സീക്വൻസ് കാണിച്ചേക്കുന്നത്. കാരണം ഒരു പോലീസ് ജീപ്പിനകത്ത്, ഒരു സ്കോർപ്പിയോ പോലീസ് ജീപ്പിനകത്ത് വെച്ചൊരു ഫൈറ്റിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തും പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും മാറിയും തിരിഞ്ഞും കാണിക്കുന്നുണ്ട്. അതിനകത്ത് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒന്നും വ്യക്തമാവത്തില്ല. ഇതാ അവർ പിടിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഒന്നി അതുപോലെ ആ ജീപ്പിനകത്തുള്ള ഫൈറ്റ് നല്ല കിടിലായിട്ട് എടുക്കണം. ഇതേപോലെ തല്ലുമലയ്ക്കകത്ത് ഒരു നല്ല കിടിലൻ ഫൈറ്റ് ജീപ്പ് ഇതിനകത്ത് സ്കോർപ്പിയോക്കകത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ദർശന ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ദർശന പിന്നെ ഖാലിദ് റഹ്മാൻ, തല്ലുമലയുടെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ ഇതിനകത്തൊരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പുള്ളിക്കാരൻ അത് നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ദർശന രാജേന്ദ്രൻ ഇപ്പം സൈഡ് റോളാണ് ചെയ്യുന്നത്. ഇപ്പം സൈഡ് എന്ന് പറഞ്ഞപ്പം ഈ ഒരു പടത്തിൽ ഇത്രയും വലിയ സൈഡാണെന്ന് വിചാരിച്ചില്ല. പിന്നെ ഇതിനകത്ത് ടൈറ്റിൽ അതിരടി എന്ന് പറയുന്ന ടൈറ്റിൽ ഫോണ്ട് കൊള്ളാം. പക്ഷെ ആ ഫോണ്ട് ടൈറ്റിൽ വെച്ചേക്കുന്ന ആ സ്ഥലം ടൈറ്റിൽ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. എങ്കിലും ഇതിനകത്ത് ചിരിക്കാനുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാതെ പോയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബാലൻസിങ് ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനെ അവർ ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതാണ് എനിക്ക് ടോവിനോ വില്ലനാണെങ്കിൽ വില്ലനെ അഴിച്ചു വിടണം. ഇത് നമുക്കൊരു മാക്സിമം ഉണ്ടല്ലോ, അതേപോലെയാണ് രീതിയിൽ ടോവിനെ കാണിച്ചേക്കുന്നത്. എങ്കിലും ഇത് മോശമെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും എവിടേക്കോ ഒരു ആവറേജ് ആയിട്ട് തോന്നിയതും എനിക്ക് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എങ്കിലും തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷകരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.